ഖമനേയുടെ വധത്തിനു ശേഷം അവിടെ പുതിയൊരു നേതാവിനെ തിരഞ്ഞെടുത്തു എന്നുള്ള വാർത്തകൾ വന്നിരുന്നു. ആയത്തുള്ള അലി റസ അറഫി. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ മാധ്യമങ്ങളിലുടനീളം ഈ അറഫിയെയും എലിമിനേറ്റ് ചെയ്തു ഇസ്രായേൽ എന്നുള്ള വാർത്തയാണ് വരുന്നത്. ഞാനത് ചോദിക്കാൻ കാരണം എന്ന് പറയുന്നത്, രാവിലെ ഒരു വാർത്ത കണ്ടു, ഹിസ്ബുള്ളയുടെ ലീഡർ ഇസ്രായേലിനെ വെല്ലുവിളിച്ചതേ ഉള്ളൂ, 10 മിനിറ്റ് കൊണ്ട് അയാളെയും എലിമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് വാർത്ത വന്നത്. ഇങ്ങനെ 1 by 1 ആയിട്ട് ഇവർ തീർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിൽ എത്രത്തോളം വിശ്വാസ്യത, അല്ലെങ്കിൽ ശരിക്കും ഇത് ഉണ്ടായിട്ടുണ്ടോ? എന്താണ് സാറിന് ഇങ്ങനത്തെ ഒരു കാര്യത്തിലുള്ള അനുഭവം? ഈ യുദ്ധകാലത്തും ഇതുപോലുള്ള അടിയന്തര സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള വാർത്തകൾ പതിവാണ്. നമ്മളത് പറയും എപ്പോഴും, വി ഹാവ് ടു ടേക്ക് ഇറ്റ് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്. അങ്ങനെയാണ് മൊത്തം വിശ്വസിക്കരുത്. ചിലപ്പോൾ ചെറിയ അവിടെ വല്ല അറ്റാക്കോ എന്തെങ്കിലും, ഒരു മിസൈൽ അറ്റാക്കോ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും, അപ്പോഴത്തേക്കും കൊന്നു എന്നാക്കും. അപ്പോൾ അത് ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ രീതി. അതാണ് ഇപ്പോൾ ഇവിടെ ഈ ഖമനീനെ കൊന്നു, ഖമനിയുടെ അടുത്ത അവകാശിനെ, അടുത്ത ആളെ എന്താ പറയണ പൊസിഷൻ പിൻഗാമിനെ നോമിനേറ്റ് ചെയ്തു, അയാളെയും കൊന്നു എന്ന് പറയണം. പക്ഷേ ഇങ്ങനെ കാര്യമുണ്ട്, ഈ ഒരു വിദേശ ശക്തിയുടെ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ അവരുടെ തീരുമാനത്തോടു കൂടി ആ രാജ്യത്തെ നേതാക്കന്മാരെ ഇല്ലായ്മ ചെയ്യുകയാണ്, ന്യൂട്രലൈസ് ചെയ്യുകയാണ്. അത് അധികം നിൽക്കില്ല, വളരെയധികം പ്രശ്നങ്ങളുണ്ടാവും അത്. ഇപ്പോൾ ഇറാനിൽ സംബന്ധിച്ചിടത്തോളം ഇറാൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവരുടെ നല്ല ഒരു എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു നേതൃത്വം ഇറാനിലില്ല എന്നുള്ളതാണ്. ഖമനീനെ മാത്രമല്ലല്ലോ കൊന്നത്, ഖമനീൻ്റെ ഒപ്പം അവരുടെ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സിൻ്റെ മേധാവി, പട്ടാള മേധാവി, ഇവരെയൊക്കെ കൊന്നിട്ടുണ്ട്. 3 പേരെ കണ്ടിട്ട് കൊന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് ഒരു പിൻഗാമിനെ കണ്ടുപിടിക്കണം. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് താൽക്കാലികമായിട്ട് 3 പേരുള്ള ഒരു കൗൺസിലിനെ പ്രസിഡന്റ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലുള്ള ഒരാളെയാണ് ഇപ്പോൾ കൊന്നു എന്ന് പറയുന്നത്. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ ഹമസ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ഇസ്രായേലിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങും. അവരാണ് മറ്റേ 2023 ഒക്ടോബർ 7 ഇസ്രായേലിലെ ആൾക്കാരെ തട്ടിക്കൊണ്ടുപോയതും കൊലപാതകം നടത്തുകയും ചെയ്തത്. അപ്പോൾ ഇവരുടെ ചരിത്രം വളരെ കൗതുകരമാണ്. 1994-95 ഇവർ രൂപീകരിക്കണം, ഈ ഹമസ് രൂപീകരിക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു അഹമ്മദ് യാസിൻ എന്ന് പറഞ്ഞ ആളായിരുന്നു അതിൻ്റെ ഫൗണ്ടർ ചെയർമാൻ, നേതാവ്. അയാൾ ഒരു ക്വാഡ്രാപ്ലജിക് ആയിരുന്നു, എന്ന് പറഞ്ഞാൽ വീൽ ചെയറിലായിരിക്കുള്ളൂ, ആരെങ്കിലും തള്ളിക്കൊണ്ട് പോവുകയൊക്കെ വേണം. പക്ഷെ ആ ദേഷ്യം മുഴുവനും അയാളുടെ ഉത്തരവുകളിലൊക്കെ അയാൾ ഓർഡർ ചെയ്യുക ഓരോരുത്തരും ഇസ്രായേലിനെ കൊണ്ട് ഇത്ര പേരെ ബോംബിട്ട് കൊന്നേക്കാനായിട്ട്. അങ്ങനെ അവർ ചെയ്ത് അപ്പോൾ ഇയാൾ മറന്നുപോയി, ഈ ഇസ്രായേലുകാരും കുറച്ച് ധൈര്യമുണ്ട്, അവർക്കും ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള വിവരം ഇയാൾ മറന്നുപോയി. അവർ നോക്കി നടക്കുക ഇയാളാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിൽ നിന്നുള്ള അറിഞ്ഞ് അവരെന്ത് ചെയ്തു, ഒരു ദിവസം ഇയാൾ കാറിലോട്ട് പോകുമ്പോൾ ആ കാറിന് നേരെ മിസൈൽ അറ്റാക്കുകൾ അയാൾ ചത്തുപോയി. പിന്നീട് അവർ അന്ന് തന്നെ ഒരു പുതിയ നേതാവിനെ തിരഞ്ഞെടുത്തു, ഒരു അബ്ദുൾ അസീസ് അൽ റൻഡിസി എന്ന് പറഞ്ഞ മനുഷ്യൻ. 26-ാമത്തെ ദിവസം അയാളെയും കൊന്നു. അതിനുശേഷം വേറൊരാളെ നോമിനേറ്റ് ചെയ്തു, അയാൾ ഇഫക്റ്റീവ് ആയിരുന്നില്ല, പിന്നെ വേറൊരാളെ നോമിനേറ്റ് ചെയ്തു. അയാൾ കഴിഞ്ഞ 2024 തോന്നുന്നു ഇറാൻ്റെ പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിനാണ് അയാളെയും കൊന്നു. അതൊക്കെ ഔദ്യോഗിക സ്ഥിരീകരണം കിട്ടിയതാണ്. ഇപ്പോൾ ഈ ഹമസിൻ്റെ ചീഫിനെയും അതുപോലെ ഹിസ്ബുള്ളയുടെ ചീഫിനെയും അതേപോലെ തന്നെ ഇപ്പോൾ ഈ പുതിയതായിട്ട് നോമിനേറ്റ് ചെയ്ത ആളെയും കൊന്നു എന്നുള്ളതിൽ വലിയ അതിശയിക്കാനൊന്നുമില്ല. ഇറ്റ് വാസ് എക്സ്പെക്റ്റഡ്. കാരണം വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. അതനുസരിച്ചിട്ടാണെങ്കിൽ അവർ വെറുതെ വിടൂല. പ്രജയാണെങ്കിൽ നോക്കിക്കോളൂ, പഴയ ഇസ്ലാമിക് തീവ്രവാദമൊക്കെ ആയിട്ട് കൊണ്ട് നടന്ന ആൾക്കാരുണ്ട്, അവരെയൊക്കെ കൊന്നില്ലേ അവർ. നമ്മുടെ ഒസാമ ബിൻ ലാഡൻ തൊട്ട്, പിന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, അയാളുടെ പേര് ഞാൻ മറന്നുപോയി, മെഡിക്കൽ ഡോക്ടറായിരുന്നു, തീവ്രവാദികളുടെ നേതാവായിരുന്നു അയാൾ. ഈ അൽ ഖ്വയ്ദയുടെ ആണോ അതോ അൽ ഖ്വയ്ദയുടെ നേതാവായിരുന്നു, അയാളെ കൊന്നു. അവർക്ക് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ ഒരു ജനതയെ നശിപ്പിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തികളെ അവർ കൊല്ലും. ഇസ്രായേൽ അവരെത്രമാത്രം സഹിക്കുക.
ഇവരുടെയൊക്കെ എന്താ പറയുക, ഭീകരാക്രമണത്തിന് വിധേയമാണ് മുഴുവൻ ഇസ്രായേൽ ജനതയാണ്. ഒരു ജനതയുടെ നിലനിൽപ്പിൻ്റെ കഥയാണിത്. സംഭവം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അപ്പം നമ്മളത് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ വോട്ട് പോകുന്നോ, അല്ലെങ്കിൽ വോട്ട് ബാങ്ക് പൊളിറ്റിക്സാണ് ഇതിനകത്ത് പ്രധാനമായിട്ടുള്ളത്. ഇസ്രായേലിന് ഇവിടെ വോട്ട് ബാങ്ക് ഇല്ലല്ലോ. ജൂതന്മാർ വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. കൂടി വന്നാൽ 100 പേരുണ്ട്. കൊച്ചിയിലാണെങ്കിൽ ഒരു മനുഷ്യനും ഇല്ല ഇപ്പം. അപ്പോൾ അവരൊരു വോട്ട് ബാങ്ക് അല്ലാത്തത് കാരണവും ഇവർക്ക് നല്ല വോട്ടിംഗ് സാന്നിധ്യം ഉള്ളത് കാരണം ഇവരെ സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു വിഭാഗീയത അതിപ്പോൾ സാറ് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തുള്ളതുപോലെ വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണെങ്കിൽ പോലും ഇപ്പോൾ അൽ ജസീറ അടക്കമുള്ള ചില മാധ്യമങ്ങളുണ്ട്. അവരുടെ പ്രൊപ്പഗാൻഡ എന്താണെന്നുള്ളത് നമുക്കത് നോക്കുമ്പോൾ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും. എന്തിനാണ് പ്രജിത ഈ അൽ ജസീറ സ്ഥാപിച്ചിരിക്കുന്നത്? ഇന്ത്യക്കെതിരെയും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ ഇസ്രായേലിനെതിരെയും പ്രചരണം നടത്താൻ വേണ്ടി. ഇറ്റ്സ് എ പ്രോപ്പഗാൻഡ മീഡിയ. ന്യൂസ് ചാനൽ അല്ലല്ലോ അതൊരു പ്രോപ്പഗാൻഡ മീഡിയയാണ്. ഇവരെ മുഴുവൻ യുളോജൈസ് ചെയ്യുക, വലിയ ആളായിട്ട് പർവ്വതീകരിച്ച് ചിത്രീകരിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അൽ ജസീറ പോലുള്ള ടെലിവിഷൻ ചാനലുകൾ ദോഹയിലോ ഖത്തറിലോ ഒക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ ഈ തീവ്രവാദികളുടെ ടെലിവിഷൻ ചാനൽ. അതിനകത്ത് വർക്ക് ചെയ്യണവരൊക്കെ മതേതരവാദികളാണ്. ഇപ്പോൾ ഇവിടെ ഈ ജനം ടി വിയിൽ വർക്ക് ചെയ്യണു എന്ന് പറഞ്ഞാൽ പറയാം RSS വർഗീയതയാണ്. അത് രണ്ടും വല്ലാതെ ഒരു രണ്ട് എക്സ്ട്രീം ലെവലിൽ നിർത്തിയിട്ടാണ് മാറ്റി നിർത്തുന്നത്. ജനങ്ങളുടെ ഇടയിലൊരു വിഷയം ഉണ്ടാക്കാനായിട്ടാണ്. ഇപ്പൊ സാറ് പറഞ്ഞല്ലോ ഇസ്രായേലിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു ബാക്കപ്പ് പോലെ US ഒരു പ്രൊട്ടക്ഷനും ഉണ്ട്. US എപ്പോഴും ഇതിന് കൂടെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഘട്ടത്തിൽ US ഇതിനെ മാറി നിൽക്കുമോ? എപ്പോഴെങ്കിലും ഇത് വരുമ്പോഴേക്കും US നേരെ, അതായത് ഇസ്രായേൽ, നമ്മൾ ഇന്നലെ സംസാരിച്ചപ്പോൾ പറഞ്ഞു അടുത്ത ലക്ഷ്യം പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാനിൽ ഈ പറഞ്ഞ പോലെ ഈ പറയുന്ന പോലെ അസിം മുനീർ, ഖ്വാജ ആസിഫ്, ഷെഹബാസ് ഷെരീഫ് ഇവരാണ് അത് കൊണ്ടുപോകുന്നത്. പ്രത്യേകിച്ച് അസിം മുനീറാണ്. അപ്പൊ അങ്ങനെ ഒരു ആക്രമണം വരുമ്പോൾ ഈ അമേരിക്കയുടെ ബേസ് അവിടെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇതിൽ നിൽക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഇല്ല, അമേരിക്കയുടെ ബേസ് അവിടെ വരാനുള്ള കാരണം എന്താ? പാകിസ്ഥാൻ ഒരു പിണക്കണല്ലോ, അവരിങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. പാകിസ്ഥാനിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, ക്രിട്ടിക്കൽ മിനറൽസ്, റെയർ എർത്ത്, ലിത്തിയം, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ അവിടെയുണ്ട്. അമേരിക്കയ്ക്ക് അത് വേണം. അതുമാത്രമല്ല, ഈ ഇന്ത്യ, ചൈന, റഷ്യ ആക്സസ് വന്നു കഴിഞ്ഞാൽ അതിനെ ചെക്ക്മേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ വേണം. അപ്പോൾ അതിനെയും അവർ വളരെ ഗൗരവമായിട്ട് എടുക്കും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ അവർ സാഹചര്യം വന്നാൽ, ഒരു നല്ല സാഹചര്യം വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനൊക്കെ അമേരിക്ക തള്ളിപ്പറയും. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ അപ്പോൾ ഒരു ഭാരമായിട്ട് മാറും, ബേർഡനായിട്ട് മാറും, അല്ലെങ്കിൽ നമ്മളെന്താ പറയുക, എക്സ്ട്രാ ലഗേജ് ആയിട്ട് മാറും. അവരപ്പോൾ ഡംപ് ചെയ്യും. ഞാൻ പിന്നെയും പറയാം, ഈ അമേരിക്കയ്ക്ക് സ്ഥിരം ശത്രുക്കളോ സ്ഥിരം മിത്രങ്ങളോ ഇല്ല. അവർക്ക് ഉള്ളത് സ്ഥിരം താല്പര്യങ്ങളാണ്. അത് അവരുടെ സ്ഥിരം കൊമേഴ്ഷ്യൽ താല്പര്യങ്ങളാണ്. ഇത് മാത്രമേ ഉള്ളൂ അമേരിക്കയ്ക്ക്. അവർക്ക് അവരുടെ കച്ചവടമൊക്കെ നടന്നു കിട്ടണം, എന്താ പറയണ, അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കണം, അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ചുളുവിലയ്ക്ക് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ പാകിസ്ഥാനൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇന്നിപ്പോൾ പാകിസ്ഥാൻ്റെ നൂർ ഖാൻ എയർബേസ് അടിച്ചത്. അപ്പോൾ അതൊക്കെ അമേരിക്ക നോക്കി. ഈ താലിബാൻ ആയുധം കൊടുത്തിരിക്കണ ആരായിരിക്കും? ആലോചിക്കാവുന്നതേ ഉള്ളൂ. സർ, തിരിച്ചു വരുമ്പോഴേ ഞാൻ ചോദിക്കുകയാണ്, ഓരോരുത്തരെയായിട്ട് എലിമിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇസ്രായേൽ. ഇത് ആദ്യം മുതലേ നമ്മൾ കാണുകയും ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഭീകരവാദത്തിനെതിരെയാണ്, തീവ്രവാദത്തിനെതിരെയാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ പോയാൽ, ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇതിനൊരു ശമനം, അതായത് ഇതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് കഴിയും എന്ന് പറയാൻ പറ്റും? പ്രജിത, ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ ഇതിനകത്ത്. ഈ യുദ്ധത്തിൽ നിന്ന് ഇപ്പോൾ എന്താ പറയുക, ഈ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഇറാൻ വിചാരിക്കണം, ഇറാനിലൊരു സിവിലിയൻ ഭരണകൂടം വരണം. അതാര് വരുന്നെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു പഴയ ഷായുടെ മകനുണ്ട്, റെസ് പഹലവി. അയാൾ അമേരിക്കയിലാണ്. അപ്പോൾ അയാൾക്ക് എന്തുമാത്രം സ്വാധീനം ഇറാനിലുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ അയാൾ പൊതുവെ ജനങ്ങൾക്കൊക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള വ്യക്തിയാണ്. സെക്കുലറാണ്, ഡെമോക്രാറ്റിക്കാണ്, ലിബറലാണ്, ഇതൊക്കെയാണ് അയാൾ. അപ്പോൾ അയാളുണ്ടോ? പിന്നെ അത് കൂടാണ്ട് മറ്റു പല സംഘടനകളൊക്കെ ഉണ്ട്. പക്ഷെ അവർക്കൊന്നും ഒരു വൈഡ് അക്സെപ്റ്റബിലിറ്റി ഇല്ല.
അതൊരു പ്രശ്നമാണ്. അല്ല സർ, ഇസ്രായേൽ ഇങ്ങനെ ഓരോരുത്തരെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്, അവരുടെ ശത്രുക്കളെ. ശരിയാണ്, ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെയുള്ള എത്ര പേരെ എലിമിനേറ്റ് ചെയ്ത, അങ്ങനെ പൂർണ്ണമായിട്ടും ഭീകരവാദത്തെ, പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ നീക്കത്തെ ഇല്ലായ്മ ചെയ്യാനായിട്ട് ഇസ്രായേലിന് സാധിക്കുമോ? പൂർണ്ണമായിട്ടും ഇല്ലായ്മ അതിൻ്റെ ആവശ്യം വേണ്ടി വരില്ല. അങ്ങനെ പൂർണ്ണമായിട്ട് എലിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അവിടെ ഭരണം ഏറ്റെടുക്കുന്ന ആൾക്കാർ, അതല്ലെങ്കിൽ ആ പർട്ടിക്കുലർ രാജ്യം ഇറാൻ, അവർ പറയുകയാണ് ഞങ്ങൾ എല്ലാ എന്താ പറയുക ഭീകര പ്രവർത്തനങ്ങളും നിരോധിക്കുകയാണ്, നിർത്തുകയാണ്. ഞങ്ങൾ അതിർത്തി ഇറാൻ ഒരിക്കലും മറ്റ് രാജ്യങ്ങളെ പോയി ആക്രമിക്കുകയോ ഒന്നും ചെയ്യില്ല, പ്രത്യേകിച്ച് ഇസ്രായേലിന് എതിരെ ഒരു ആക്രമണം അഴിച്ചുവിടില്ല. ഞങ്ങൾ സമാധാനമായിട്ട് ഞങ്ങൾക്ക് ജീവിക്കണം. ഇനിയിപ്പോൾ ഞങ്ങൾ അനുഭവം ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടെങ്കിലും ഞങ്ങൾ അനുഭവം ഉണ്ടാക്കുന്നില്ല, പ്രശ്നം തീർന്നില്ലേ. അതവർ പറയുന്നിടത്തോളം കാലം ഇങ്ങനെ ആണെങ്കിൽ അവർക്ക് അവരുടെ ഭീകര നേതാക്കന്മാരെ മുഴുവൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും ഒന്നിന് പുറകൊന്നായിട്ട്. പണ്ട് മറ്റേ മ്യൂണിക് ഒളിമ്പിക്സ് നടന്ന കഥ പ്രജിതയല്ലേ പറഞ്ഞൊരിക്കാം. 1971 മ്യൂണിക് ഒളിമ്പിക്സിൽ അവിടെ വെച്ചിട്ട് ഇസ്രായേലി അത്ലറ്റുകളെ കൂട്ടക്കൊല ചെയ്തു. ഇസ്രായേലി അത്ലറ്റുകളെ കൂട്ടക്കൊല ചെയ്ത ഒരു ബ്ലാക്ക് സെപ്റ്റംബർ എന്ന് പറഞ്ഞ സംഘടനയാണ്. അവരുടെ പുറകെ പോയി ഓരോന്നിനായിട്ട് അവർ കൊന്നു. ആ ബ്ലാക്ക് സെപ്റ്റംബറിൽ അംഗങ്ങളായിരുന്നവരെ മുഴുവൻ കൊന്നു അവർ. ഇപ്പോൾ ബ്ലാക്കും ഇല്ല, സെപ്റ്റംബറും ഇല്ല ഇപ്പോൾ. അപ്പോൾ അങ്ങനെയൊക്കെ സാധിക്കുമോ അത് ഇപ്പോഴത്തെ കാലത്ത്? ഞാൻ ഇപ്പോഴും പറയാം, ഒരു രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ്. നമ്മൾ ഒരു വശം മാത്രമേ കാണുകയുള്ളൂ. ഇത് അറബ് ജനതയ്ക്ക് നേരെ ഇസ്രായേൽ ബോംബാക്രമണം നടത്തുന്നു, മിസൈൽ ആക്രമണം നടത്തുന്നു. അത് എന്തുകൊണ്ട് നടന്നു എന്നുള്ള കാര്യം നമ്മൾ അന്വേഷിക്കണില്ല. ഇപ്പോഴും പിന്നെയും തിരിച്ചു പോകുമ്പോൾ പണ്ട് തൊട്ടേ ഇസ്രായേലിനെ ഇവരെല്ലാവരും കൂടി കൂട്ടം ചേർന്ന് നിന്ന് വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ശത്രുക്കളെയൊക്കെ കൊല്ലൂല്ലേ, 62 വെട്ടുവെട്ടി 52 വെട്ടുവെട്ടിയൊക്കെ കൊന്നു എന്നൊക്കെ പറഞ്ഞ പോലെ ഇസ്രായേലിനെ കൂട്ടം കൂടി നിന്നാണ് അവർ അറ്റാക്ക് ചെയ്യണം. അവർ ഓരോ പരാജയത്തിൽ നിന്നും കൂടുതൽ ശക്തിയായിട്ടാണ് ഇസ്രായേൽ വരുന്നത്, കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് അവർ. അപ്പോൾ ഇവർക്ക് സമാധാനം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ജനതയ്ക്ക് സമാധാനത്തോടുകൂടി കഴിയാം, ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് സമാധാനത്തോടുകൂടി നിലനിൽക്കാം എന്നുള്ള ഒറ്റ വാക്കിൻ്റെ പുറത്ത് ഈ യുദ്ധവും ഈ പ്രശ്നങ്ങളൊക്കെ അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ. അതല്ലെങ്കിൽ അവർക്കിങ്ങനെ കൂടെ തീവ്രവാദികളെ നേതാക്കളെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. അവരിങ്ങനെ പോയി അന്താരാഷ്ട്ര വേദികൾ അയ്യോ ഞങ്ങളെ കൊല്ലണു, ഞങ്ങളുടെ നേതാക്കന്മാരെ കൊല്ലണു എന്ന് പറഞ്ഞ് കരയേണ്ടി വരും. ദാറ്റ്സ് ഇറ്റ്.